ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മന്ത് ആവുന്നു. ഞാൻ ഇതുവരെ ഒരു ഇൻട്രോ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. മൈസെൽഫ് ഡോക്ടർ സോണി, എന്നൊരു ആയുർവേദ പീഡിയാട്രീഷ്യനാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് പേഴ്സണൽ റീസൺസ് കാരണം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, ലീവിലാണ്. അപ്പോൾ അതൊക്കെ പോട്ടെ. ഇപ്പോൾ ഒരു 51-52 ഷോർട്ട് വീഡിയോയും ഒരു 4 ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ 1 മന്ത് കൊണ്ട് എനിക്കൊരു 160-161 സബ്സ്ക്രൈബേഴ്സ് ആണ് ആയിട്ടുള്ളത്. അപ്പം പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഈ ഒരു മാസം എൻ്റെ അനുഭവങ്ങളും പാളിച്ചകളും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. വ്യൂസ് എങ്ങനെ എനിക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്, വ്യൂസ് എപ്പോഴാണ് കുറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഒരു ചാനൽ തുടങ്ങണമെന്ന് എനിക്ക് കുറേ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ്. പക്ഷേ എനിക്ക് നല്ലൊരു ക്വാളിറ്റി ഫോൺ ഇല്ല. അതുപോലെ തന്നെ എഡിറ്റിങ്ങിന്റെ ഒരു വശവും, ഒരു ABCD പോലും എനിക്ക് അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ വെഡിങ് ആനിവേഴ്സറി വരുമ്പോഴും അതുപോലെ ബർത്ത്ഡേ വരുമ്പോഴും ഒക്കെ എല്ലാവരും ഇൻഷോട്ടൊക്കെ എടുത്ത് റീൽ ഇടത്തില്ലേ. എനിക്ക് അതുപോലും എഡിറ്റ് ചെയ്യാൻ അറിയുണ്ടായിരുന്നില്ല. ഇൻഷോട്ടിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് മറ്റുള്ള പല യൂട്യൂബ് ചാനൽസ് ഒക്കെ നോക്കി യൂട്യൂബ് തന്നെ സെർച്ച് ചെയ്താണ് ഞാൻ ഈ എഡിറ്റിംഗ് ഒക്കെ അത്യാവശ്യം തട്ടിമുട്ടി ചെയ്യാനൊക്കെ ഇപ്പോൾ പഠിച്ചത്. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെയാണ് നിങ്ങളുടെ റൈറ്റ് ടൈം. ഒന്നും വിചാരിച്ച് ഇരിക്കേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങി. ഞാനിട്ട ചില ഷോർട്ട് വീഡിയോയ്ക്കൊക്കെ നല്ല വ്യൂസ് ഉണ്ട്, എന്നാൽ ചിലതിന് ഒട്ടും വ്യൂസും കയറുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുക്കിംഗ്, ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് വീഡിയോസ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ഞാനൊരു റാൻഡം ഡേ വ്ലോഗ് ഇട്ടിരുന്നു. അത് ഞാൻ പോസ്റ്റ് ചെയ്യണോ ചെയ്യണ്ടേന്ന് ഒരുപാട് തവണ ആലോചിച്ചിട്ട് പോസ്റ്റ് ചെയ്തതാണ്. കാരണം അതിന് തീരെ ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ ഒരു വീഡിയോ എടുത്തു, അതങ്ങ് പോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ആദ്യം ഇട്ടത് മീൻമുട്ടയുടെ ഒരു റെസിപ്പി ആയിരുന്നു. കാരണം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് മീൻമുട്ട. മീനിന്റെ ഡിഷസ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള യൂട്യൂബിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്ന ഒരു ചാനൽ, മലയാളം ചാനലിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും അതുപോലെ തന്നെ ചാനലിന്റെ കീവേഡ്സും കൊടുക്കുന്ന കാര്യം പുള്ളി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ചാനൽ സെറ്റിംഗ്സ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അന്ന് തന്നെ പോയിട്ട്, അതായത് നമ്മുടെ ഗൂഗിൾ ക്രോം എടുത്തിട്ട് studio.youtube.com ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് സെറ്റിംഗ്സ് വരും. അതിന്റെ ഏറ്റവും ഞാനത് ഇവിടെ സ്ക്രീൻഷോട്ട് ആയിട്ട് കാണിച്ചു തരാവേ. അപ്പൊ അതിൽ ആ സെറ്റിംഗ്സ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കീവേഡ് കൊടുക്കാനുള്ള ഒരു പേജ് ഉണ്ടാവും. അപ്പൊ അതിൽ നമ്മുടെ ചാനലുമായിട്ട് റിലേറ്റ് ചെയ്ത കീവേഡ്സ് എല്ലാം നമ്മൾ കൊടുത്തിരിക്കണം. അപ്പൊ ഞാൻ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നുള്ളത് കൊണ്ട്, ലൈഫ് സ്റ്റൈലും ഒക്കെ ചെയ്യുന്നുണ്ട്, എന്നാൽ കൂടുതൽ കുക്കിംഗ് റിലേറ്റഡ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ലഞ്ച് കുക്കിംഗ്, ഡിന്നർ കുക്കിംഗ്, അങ്ങനെ കുക്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ 3 ഷോർട്സ് ഒരു ദിവസം ഇട്ടു. അതാണെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്, അതുപോലെ ഞാൻ എൻ്റെ എഡിറ്റിങ്ങിന്റെ എല്ലാ കരവിരുതും കാണിച്ച് ഇട്ട 3 ഷോർട്സ് ആയിരുന്നു അത്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച ഒരു വ്യൂസ് അതിന് കിട്ടിയില്ല. അതായത് നമ്മൾ ഷോർട്സ് ഇടുന്നവർക്കറിയാം അതൊരു ആദ്യത്തെ 2 hours സ്പൈക്ക് വരുന്നത്, വ്യൂസ് കയറി പോകുന്നത്. പക്ഷെ ഇതിനാണെങ്കിൽ ആദ്യം 0 വ്യൂസ് ആയിരുന്നു. 10 മിനിറ്റ് ആയി, 15 മിനിറ്റ് ആയി, ഞാൻ ആകെ ഡെസ്പായി പോയി. ഒരു 2 മണിക്കൂറായിട്ട് ഒന്നും വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് എന്താണ് ഇതിന്റെ റീസൺ എന്ന് ആലോചിച്ച് 2 ദിവസം ഞാൻ ഡെസ്പടിച്ചിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്, ഞാൻ 2 ദിവസം മുന്നെയാണ് ചാനലിന്റെ കീവേഡ്സ് ആഡ് ചെയ്ത് കൊടുത്തെന്നുള്ള കാര്യം. അതുപോലെ തന്നെ കാറ്റഗറി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ ഞാനത് സെറ്റിംഗ്സിൽ പോയിട്ട് ചാനലിന്റെ കീവേഡ്സ്, കുക്കിങ്ങും പിന്നെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്തു. അത് ഇട്ടുകൊടുത്ത് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് ഈ ഇട്ട 3 ഷോർട്സിന്, വ്യൂസ് കുറഞ്ഞ 3 ഷോർട്സിനും വ്യൂസ് കയറി. അതൊരു 900 സംതിങ് വ്യൂസോളം വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായ ഒരു കാര്യം, അതായത് നമ്മൾ ചാനലിന്റെ സെറ്റിംഗ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. അതായത് നമ്മുടെ ചാനൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടാഗ്സും അതുപോലെ തന്നെ കീവേഡ്സും ഡിസ്ക്രിപ്ഷനും എല്ലാം അതുപോലെ തന്നെ കൊടുക്കണം. അതുപോലെ നമ്മൾ ഓരോ ഷോർട്സ് ഇടുമ്പോഴും അതിന്റെ ടൈറ്റിൽ, അതുപോലെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തംബ്നെയിൽ. ഇപ്പൊ ഈ കീവേഡ്സ് മാത്രമല്ല, തംബ്നെയിലും നല്ല പ്രശ്നമാണ്. തംബ്നെയിൽ മാറ്റി കൊടുത്തിട്ടും എനിക്ക് നല്ല വ്യൂസ് കിട്ടിയ ഷോർട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തെന്ന് വിചാരിച്ച് പിന്നെ തംബ്നെയിൽ മാറ്റിയ പ്രശ്നമാവോ എന്ന് വിചാരിച്ച് നിൽക്കേണ്ട. തംബ്നെയിൽ മാറ്റിയ ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ തംബ്നെയിൽ അതുപോലെ തന്നെ ടൈറ്റിൽ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് മാറ്റി കൊടുക്കാം. അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ വ്യൂസ് കയറി വരും. അപ്പോൾ എനിക്ക് ഈ ഒരു മാസം കൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ചാനലിന്റെ സെറ്റിംഗ്സിൽ പോയിട്ട് കീവേഡ്സ് നിങ്ങളുടെ ചാനലിന് അനുയോജ്യമായിട്ട് ഏതാണ് വരുന്നതെന്ന് വെച്ചാൽ അത് മാറ്റി കൊടുത്ത് നിങ്ങൾക്ക് പരീക്ഷിക്കാം.
അപ്പോൾ ഏതിലാണ് നിങ്ങൾക്ക് നല്ല വ്യൂസ് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യുകയും ചെയ്യാം. ഇടയ്ക്ക് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഒരു വീഡിയോ, ഒരു ഷോർട്സ് ഇട്ടായിരുന്നേ. അപ്പൊ അതില് മറ്റേ മോഹൻലാലിന് അവാർഡ് കിട്ടിയതിന്റെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ട്രിവാൻഡ്രത്ത് നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് മോഹൻലാലിന്റെ ഒരു പിക്ചർ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ പിക്ചർ തംബ്നെയിൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് നല്ലപോലെ വ്യൂസ് കിട്ടിയായിരുന്നു. അപ്പൊ അങ്ങനെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന തംബ്നെയില് മാറ്റി കൊടുക്കുവാണെങ്കിൽ നിങ്ങളുടെ വ്യൂസ് ഇടുക. കാരണം അത് ഒരു 20 വ്യൂസിൽ കിടന്ന ഷോർട്സ് പെട്ടെന്ന് അത് 1K ആയിട്ട് മാറി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയാണ് ഞാനിതൊക്കെ പറയുന്നത്. അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കാറ്റഗറി കൊടുക്കത്തില്ലേ. അപ്പൊ ഞാൻ ശരിക്കും കുക്കിംഗ് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഹൗ ടു ആൻഡ് സ്റ്റൈൽ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു കാറ്റഗറി. അതുപോലെ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് കേട്ടോ. അപ്പോൾ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് കൊടുക്കുന്നതാണ് തുടക്കത്തിൽ നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം ഹൗ ടു ആൻഡ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേന് കുക്കിംഗ് ചാനൽ മാത്രമായി പോകുന്നു എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം കുക്കിംഗ് കാറ്റഗറിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്റ്റാർട്ടിങ് യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് തന്നെ അതധികം വ്യൂസ് വരത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്ന പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് തന്നെ കൊടുക്കുന്നതായിരിക്കും കാറ്റഗറിയിൽ നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു റിലേറ്റഡ്, അതായത് കുക്കിംഗ് ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ബ്ലോഗ്സ് ചെയ്യുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ടോപ്പിക്സിനനുസരിച്ചിട്ടുള്ള കാറ്റഗറിയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ കോമഡി ചെയ്യുന്നവർക്ക് കോമഡി എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ ആ കാറ്റഗറി കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾ കൊടുക്കണം. പിന്നെ അപ്പോൾ നിങ്ങളോട് ഞാൻ ചാനലിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് കീവേഡ് കൊടുക്കുന്ന കാര്യം, അതുപോലെ തംബ്നെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള കാര്യവും കാറ്റഗറിയുടെ കാര്യം, ഇത്രയൊക്കെയാണ് ഞാൻ പറഞ്ഞത് അല്ലേ. അതുപോലെ നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും അതിൽ ടാഗ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ ടാഗ് എന്ന് ഉദ്ദേശിക്കുന്ന #, അല്ലാതെ ടാഗ്സ്. അപ്പോൾ അത് പണ്ട് അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നെന്നാണ് ഞാൻ പല യൂട്യൂബ് ചാനലിൽ ടിപ്സ് പറയുന്ന ആൾക്കാർ ചെയ്യുന്ന വീഡിയോ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം ഈ ടാഗ് വെച്ചിട്ടാണ് യൂട്യൂബ് സെർച്ച് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ വ്യൂസ് കൂടുതൽ കിട്ടുമായിരുന്നു. പക്ഷേ ഈ ടാഗിന് ഇപ്പോൾ അത്ര വാല്യൂ ഇല്ല. ഞാൻ ടാഗ്സ് ഇട്ട് നോക്കി പലതവണ പരീക്ഷിച്ചിട്ട് ആണ് അത് പറയുന്നത്. കാരണം ഈ ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ ഏതാണോ ടോപ്പിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3-4 ടാഗ് മതി. അതിൽ കൂടുതൽ നിങ്ങൾ ഇടാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. പലരും ഈ ടാഗ് ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ വൈറലാകും എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല എന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ ടൈറ്റിലിൽ ഇപ്പോൾ ഷോർട്ട് വീഡിയോ ഇടുവാണെങ്കിൽ ഷോർട്സ് എന്ന് പറഞ്ഞിട്ട് #, കൊടുത്തിട്ട് ഇടാറുണ്ട്. അതുകൊണ്ട് വലിയ പ്രയോജനം എന്ന് പറഞ്ഞാൽ ആ ഷോർട്സിൻ്റെ കൂട്ടത്തിൽ പോയി ഈ വീഡിയോ കിടക്കുമെന്നേ ഉള്ളൂ. വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും അതിനും ഇല്ല. ലോങ് വീഡിയോ ഇടുവാണെങ്കിൽ നമ്മുടെ മാതൃഭാഷ ഏതാണോ അത് ആദ്യം കൊടുക്കുക. പിന്നെ ഇപ്പോൾ മലയാളം ആണെങ്കിൽ മലയാളം ആദ്യം കൊടുക്കുക. പിന്നെ ഇംഗ്ലീഷിൽ ടൈറ്റിൽ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ചാനലിൻ്റെ നെയിം കൂടെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയ്ക്ക് അങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് #, കൊടുക്കാം. അതായത് നമ്മുടെ വീഡിയോയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ #, ഇപ്പം ഫിഷ് കറി ഉണ്ടാക്കുവാണെങ്കിൽ ഫിഷ് കറി റെസിപ്പി, അങ്ങനെ നമുക്ക് താഴേക്ക് ഒരു 10 അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു 10 ടാഗ്സ് 15 ടാഗ്സ് വരെയൊക്കെ നമുക്ക് കൊടുക്കാം. ടാഗ്സ് അല്ല #, ആണ് ഞാൻ പറയുന്നത്. അപ്പം ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുക്കാം. ടൈറ്റിലിൽ ഷോർട്സ് ആണെങ്കിൽ ഷോർട്സ് എന്ന് #, കൊടുക്കാം. ലോങ് വീഡിയോ ആണെങ്കിൽ #, ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ടൈറ്റിലിൽ. ബട്ട് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇപ്പോൾ ഫിഷ് കറി ആണെങ്കിൽ ഫിഷ് കറിയുമായിട്ട് ഇപ്പം എങ്ങനെയാണ് നമ്മൾ ഈ ഫിഷ് കറി വെക്കുന്നതെന്നുള്ള ഡീറ്റെയിൽസ്, ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതിനുശേഷം ഈ #കളും നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ടൈറ്റിൽ എങ്ങനെ കൊടുക്കണം, തംബ്നെയിൽ എങ്ങനെ കൊടുക്കാം, ചാനലിൻ്റെ സെറ്റിങ്സിൽ പോയി കീവേഡ്സ് എങ്ങനെ കൊടുക്കണം, അതുപോലെ ടാഗ്സിൻ്റെ ഇമ്പോർട്ടൻസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കയറി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഓൾ. ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്ക് ഒരു ബിഗ് താങ്ക്സ്. താങ്ക് യു ഓൾ. സത്യം പറഞ്ഞാൽ ഒരു ക്യാമറയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഇത്രയും നേരം സംസാരിക്കുന്നത് തന്നെ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റേതായ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ കാണും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. ഇനി വരുന്ന വീഡിയോസൊക്കെ നന്നായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഞാൻ കൂടുതലും കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടും അതുപോലെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.